രാവിലെ കണ്ണു തുറക്കുന്നത് ഒരു അലാറത്തിന്റെ ശബ്ദം കേട്ടല്ല, മറിച്ച് ജനലിലൂടെ അരിച്ചെത്തുന്ന സൂര്യരശ്മി മുഖത്ത് തട്ടിയിട്ടാണ് എന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾ തിടുക്കത്തിൽ എഴുന്നേൽക്കുന്നില്ല, വെപ്രാളമില്ല. ഒരു കപ്പ് ചൂട് ചായയുമായി ബാൽക്കണിയിലേക്ക് നടക്കുന്നു. കിളികളുടെ ശബ്ദം കേൾക്കുന്നു. ഇന്നത്തെ ദിവസം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ ബോസല്ല, ബാങ്കിൽ നിന്ന് വരുന്ന EMI റിമൈൻഡർ മെസ്സേജുകളല്ല, അടയ്ക്കാനുള്ള ബില്ലുകളല്ല. ഈയൊരു ജീവിതം, ഇതൊരു സ്വപ്നമായി തോന്നുന്നുണ്ടോ? പലർക്കും ഇതൊരു നടക്കാത്ത സ്വപ്നമാണ്. കാരണം നമ്മുടെയെല്ലാം ജീവിതം ഓടുന്നത് ഒരു ഘടികാരത്തെ ആശ്രയിച്ചാണ്. മാസത്തിന്റെ 1-ാം തീയതി സാലറി വരുന്നതിന്റെ സന്തോഷം, 5-ാം തീയതി ആകുമ്പോഴേക്കും EMI, റെന്റ്, ബില്ലുകൾ എല്ലാം കഴിഞ്ഞ് ബാക്കി ഒന്നുമില്ലാതാവുന്ന അവസ്ഥ. പിന്നെ അടുത്ത മാസം വരെ ഒരുതരം പിടിച്ചുനിൽപ്പാണ്. അൺഎക്സ്പെക്റ്റഡായി വരുന്നൊരു ഹോസ്പിറ്റൽ കേസ് അല്ലെങ്കിൽ ഒരു കല്യാണം നമ്മുടെ മാസത്തെ ബഡ്ജറ്റ് മൊത്തത്തിൽ തകർക്കാൻ അത് മതി. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, പണത്തെക്കുറിച്ചുള്ള ഈ പേടിയില്ലാതെ, ഈ ഭാരമില്ലാതെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്? ഇതിനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ ഫ്രീഡം അഥവാ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് കേൾക്കുമ്പോൾ പലരും കരുതുന്നത് കോടീശ്വരനാവുക, വലിയ കാറുകൾ വാങ്ങുക, ആഡംബര ജീവിതം നയിക്കുക എന്നൊക്കെയാണ്. പക്ഷേ അതല്ല അതിന്റെ യഥാർത്ഥ അർത്ഥം. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് പണത്തെക്കുറിച്ചോർത്ത് വിഷമിക്കാതെ നിങ്ങൾക്കിഷ്ടമുള്ള ജീവിതം തിരഞ്ഞെടുക്കാനുള്ള ഒരവസ്ഥയാണ്. ഇറ്റ്സ് ദ ഫ്രീഡം ടു ചൂസ്. നിങ്ങൾക്കിഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ജോലി ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം, നിങ്ങളുടെ സമയത്തിന്റെ പൂർണ്ണ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലായിരിക്കുന്ന അവസ്ഥ, നിങ്ങളുടെ പാഷൻ പിന്തുടരാൻ, കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ, ലോകം കാണാൻ, അങ്ങനെ എന്തിനുമുള്ളൊരു സ്വാതന്ത്ര്യം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നതിനെക്കുറിച്ചാണ്. ഇതൊരു ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീമല്ല, ലോട്ടറി അടിക്കാനുള്ള വഴിയുമല്ല, മറിച്ച് ക്ഷമയോടെ, അച്ചടക്കത്തോടെ ആർക്കും പിന്തുടരാൻ കഴിയുന്ന ചില വഴികളെക്കുറിച്ചാണ്. ഇതൊരു യാത്രയാണ്. ആ യാത്രയിലെ ഓരോ ചുവടും നമുക്ക് ഒരുമിച്ച് വയ്ക്കാം. ചാപ്റ്റർ 1: മാനസികമായ ഒരുക്കം. ഈ യാത്ര തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ആദ്യം മാറ്റം വരുത്തേണ്ടത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലല്ല, നമ്മുടെ ചിന്തകളിലാണ്. നമ്മുടെ എല്ലാം തലയിൽ പണത്തെക്കുറിച്ച് ചില ധാരണകളുണ്ട്. ചെറുപ്പം മുതൽ നമ്മൾ കേട്ടുവളർന്ന, കണ്ടുപഠിച്ച ചില കാര്യങ്ങൾ. ആ ചിന്തകളെ ഒന്ന് മാറ്റിമറിക്കാതെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും സാമ്പത്തികമായി മുന്നോട്ടു പോകാൻ കഴിയില്ല. ഞാൻ നിങ്ങൾക്ക് അനിതയുടെ കഥ പറഞ്ഞുതരാം. അനിത ഒരു സാധാരണ മലയാളി യുവതിയാണ്. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നല്ല ജോലി, നല്ല ശമ്പളം. പുറമേ നിന്ന് നോക്കുന്നവർക്ക് അവൾ വളരെ സെറ്റിൽഡാണ്. പക്ഷെ അനിതയുടെ ജീവിതം അങ്ങനെയല്ല. എല്ലാ മാസവും സാലറി വന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ അവളുടെ അക്കൗണ്ട് ഏകദേശം കാലിയാവും. ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ, പേഴ്സണൽ ലോണിന്റെ EMI, പുതിയ ഫോണിന്റെ EMI, അങ്ങനെ നീളുന്ന ലിസ്റ്റ്. കൂട്ടുകാരുമായി പുറത്തു പോകുമ്പോൾ, ഏറ്റവും പുതിയ ഡ്രസ്സുകൾ വാങ്ങുമ്പോൾ, ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലെ ഓഫറുകൾ കാണുമ്പോൾ അവൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയില്ല. ലൈഫ് ഈസ് ഷോർട്ട്, എൻജോയ് ഇറ്റ് എന്നായിരുന്നു അവളുടെ പോളിസി. പക്ഷേ ഓരോ മാസത്തിന്റെയും അവസാനം അവൾ അനുഭവിക്കുന്ന സ്ട്രെസ് ആർക്കും അറിയില്ല. അടുത്ത സാലറിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ ദിവസങ്ങളിലെ ഭയം, അതാണ് അവളുടെ യഥാർത്ഥ ജീവിതം. അനിതയെപ്പോലെ ഒരുപാട് പേർ നമുക്കിടയിലുണ്ട്. നന്നായി അധ്വാനിക്കുന്നു, പണം സമ്പാദിക്കുന്നു, പക്ഷേ എങ്ങും എത്തുന്നില്ല. എന്തുകൊണ്ടാണിത്? അവരുടെ അധ്വാനത്തിൽ കുറവുണ്ടായിട്ടാണോ? അല്ല, അവരുടെ ചിന്തകളിലാണ് പ്രശ്നം. എ സ്കേഴ്സിറ്റി മൈൻഡ്സെറ്റ്, ഇല്ലായ്മയുടെ മാനസികാവസ്ഥ എന്നു വേണമെങ്കിൽ പറയാം. ഈ മൈൻഡ്സെറ്റ് ഉള്ളവർക്ക് പണം എപ്പോഴും കയ്യിൽ നിന്നൊഴുകിപ്പോകുന്ന ഒന്നാണ്. എത്ര കിട്ടിയാലും അത് തികയില്ല. അവർ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നാളേക്കു വേണ്ടി ഒന്നും കരുതി വയ്ക്കുന്നില്ല. വരുമ്പോൾ നോക്കാമെന്നൊരു മനോഭാവമാണ്. പണം കയ്യിൽ വന്നാൽ അതെത്രയും പെട്ടെന്ന് ചെലവഴിക്കാനുള്ള ഒരു വെപ്രാളമാണ്. കാരണം അവരുടെ ഉപബോധ മനസ്സിൽ പണം ഒരു താൽക്കാലികമായ ഒന്നാണ്, അത് അധികകാലം കയ്യിലിരിക്കില്ല എന്നൊരു പേടിയുണ്ട്. ഇതിന് നേരെ വിപരീതമാണ് അബണ്ടൻസ് മൈൻഡ്സെറ്റ്, സമൃദ്ധിയുടെ മാനസികാവസ്ഥ. ഈ മൈൻഡ്സെറ്റ് ഉള്ളവർ പണത്തെ കാണുന്നത് ഒരു അവസരമായിട്ടാണ്, ഒഴുകിപ്പോകുന്ന പുഴയായിട്ടല്ല, മറിച്ച് നമുക്ക് സംഭരിക്കാൻ കഴിയുന്ന, വളർത്താൻ കഴിയുന്ന ഒരു ഊർജമായിട്ടാണ്.
അവർ പണത്തെ പേടിക്കുന്നില്ല, അതിനെ ബഹുമാനിക്കുന്നു. അവർ ചിന്തിക്കുന്നത് എന്റെ കയ്യിൽ പണമില്ല എന്നല്ല, മറിച്ച് എങ്ങനെ കൂടുതൽ പണം എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്നാണ്. ഒരൊഴിഞ്ഞ പാത്രവും നിറഞ്ഞ പാത്രവും സങ്കൽപ്പിക്കുക. സ്കേഴ്സിറ്റി മൈൻഡ്സെറ്റ് ഒരു ഓട്ടയുള്ള പാത്രം പോലെയാണ്. നിങ്ങൾ അതിലേക്ക് എത്ര വെള്ളം ഒഴിച്ചാലും അത് നിറയില്ല, എല്ലാം ചോർന്നു പോകും. എന്നാൽ അബണ്ടൻസ് മൈൻഡ്സെറ്റ് നല്ല അടപ്പുള്ള ഒരു പാത്രം പോലെയാണ്. അതിൽ വരുന്ന വെള്ളം അവിടെ തന്നെയുണ്ടാകും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം, കൂടുതൽ വെള്ളം ചേർത്ത് അതിനെ നിറയ്ക്കാം. നമ്മുടെ ഈ യാത്രയിലെ ആദ്യപടി നമ്മുടെ ഉള്ളിലെ ആ ഓട്ടപാത്രം മാറ്റി പകരം ഒരു നല്ല പാത്രം സ്ഥാപിക്കുക എന്നതാണ്. അതിന് പണത്തെക്കുറിച്ചുള്ള ചില തെറ്റായ ധാരണകളെ നമ്മൾ ആദ്യം തിരുത്തണം. 1. പണം എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമാണ് എന്നാണ് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒന്ന്. അല്ല, പണം ഒരു ന്യൂട്രൽ ടൂളാണ്, ഒരു ചുറ്റിക പോലെ. അതുവച്ച് നമുക്കൊരു വീട് പണിയാം, അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിക്കാം. കുഴപ്പം ചുറ്റികയുടേതല്ല, അതുപയോഗിക്കുന്ന ആളിൻ്റേതാണ്. പണം നിങ്ങളുടെ കയ്യിലുള്ള നല്ല ഗുണങ്ങളെ ആംപ്ലിഫൈ ചെയ്യും, അത്രമാത്രം. 2. പണക്കാരെല്ലാം അത്യാഗ്രഹികളാണ്. തീർച്ചയായുമല്ല. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, ഒരുപാട് പേർക്ക് സഹായം നൽകുന്ന എത്രയോ ധനികരുണ്ട്. പണമുണ്ടാക്കുന്നതൊരു മോശം കാര്യമല്ല. 3. എനിക്കൊന്നും സമ്പാദിക്കാൻ കഴിയില്ല, എന്റെ വിധി ഇതാണ്. ഇതാണ് ഏറ്റവും അപകടം പിടിച്ച ചിന്ത. നമ്മുടെ സാമ്പത്തികമായ അവസ്ഥ നമ്മുടെ വിധിയല്ല, നമ്മുടെ തീരുമാനങ്ങളുടെ ഫലമാണ്. ഇന്ന് നിങ്ങളെടുക്കുന്ന ചെറിയ തീരുമാനങ്ങൾക്ക് പോലും നിങ്ങളുടെ ഭാവിയെ മാറ്റിമറിക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്നു മുതൽ നമുക്കീ ചിന്തകളെ ഒന്ന് മാറ്റിപ്പിടിക്കാം. പണത്തെ ഒരു ശത്രുവായി കാണാതെ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള ഒരു സുഹൃത്തായി, ഒരു ഉപകരണമായി കാണാൻ തുടങ്ങാം. നമുക്കൊരു അബണ്ടൻസ് മൈൻഡ്സെറ്റ് വളർത്തിയെടുക്കാം. എന്റെ ജീവിതത്തിലേക്ക് സമ്പത്തും സമൃദ്ധിയും വരാൻ ഞാൻ യോഗ്യനാണ്, യോഗ്യയാണ് എന്നുറച്ചു വിശ്വസിക്കാം. ഈയൊരു വിശ്വാസം, ഈയൊരു മാനസികമായ ഒരുക്കം, അതാണ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയുടെ ആദ്യത്തെ ഏറ്റവും ശക്തമായ ചുവടുവെപ്പ്. മൈൻഡ്സെറ്റ് നമ്മൾ ശരിയാക്കി. ഇനി പണം നമ്മുടെ സുഹൃത്താണ്, ശത്രുവല്ല. പക്ഷേ ഒരു സുഹൃത്തിനെ നമ്മൾ എങ്ങനെയാണ് പരിപാലിക്കുന്നത്? അവരെ മനസ്സിലാക്കണം, അവർക്ക് സമയം കൊടുക്കണം, അവരെ ശ്രദ്ധിക്കണം. അതുപോലെയാണ് പണത്തിന്റെ കാര്യവും. നമ്മുടെ പണം എവിടെ പോകുന്നു, എവിടെ നിന്ന് വരുന്നു എന്ന് കൃത്യമായി നമ്മൾ അറിയണം. അതാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ. ചാപ്റ്റർ 2, നോ വെയർ യു സ്റ്റാൻഡ്. നിങ്ങളുടെ സാമ്പത്തിക നിലയെ അറിയുക. നല്ല കനത്ത മൂടൽമഞ്ഞുള്ള ഒരു രാവിലെ നിങ്ങൾ വണ്ടിയെടുത്തൊരു യാത്ര പോകുകയാണെന്ന് സങ്കൽപ്പിക്കുക. മുന്നോട്ടുള്ള വഴി കാണാൻ പറ്റുന്നില്ല. എവിടെയാണ് പോകേണ്ടതെന്നോ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നോ ഒരു പിടിയുമില്ല. അപകടം പിടിച്ചൊരു യാത്രയായിരിക്കുമത്, അല്ലേ? നമ്മളിൽ പലരുടെയും സാമ്പത്തിക ജീവിതം ഈ മൂടൽമഞ്ഞിൽപ്പെട്ട യാത്ര പോലെയാണ്. സാലറി വരുന്നു, ചെലവുകളാകുന്നു, പണം തീരുന്നു. എങ്ങോട്ട്, എന്തിന്, എത്ര പണം പോകുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണയുമില്ല. ഈ മൂടൽമഞ്ഞിനെ മാറ്റുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ആ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യണം. ആ ലൈറ്റാണ് ഫൈനാൻഷ്യൽ ട്രാക്കിംഗ്. ഫൈനാൻഷ്യൽ ട്രാക്കിംഗ് എന്ന് കേട്ട് പേടിക്കണ്ട, വളരെ സിമ്പിളായൊരു കാര്യമാണ്. കഴിഞ്ഞ ഒരു മാസം നിങ്ങളുടെ കയ്യിൽ വന്ന ഓരോ രൂപയുടെയും, നിങ്ങൾ ചെലവാക്കിയ ഓരോ രൂപയുടെയും കണക്കെഴുതി വയ്ക്കുക. ഒരു 5 രൂപയുടെ ചായ കുടിച്ചതാണെങ്കിലും ശരി, 500 രൂപയുടെ ഒരു ഷർട്ട് വാങ്ങിയതാണെങ്കിലും ശരി, 10,000 രൂപയുടെ EMI അടച്ചതാണെങ്കിലും ശരി, എല്ലാം ഒരു നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ മൊബൈലിലെ ഒരു ആപ്പിലോ എവിടെയെങ്കിലും ഒന്ന് രേഖപ്പെടുത്തുക. അയ്യോ, അതൊക്കെ എന്തിനാ, എനിക്ക് എന്റെ ചെലവുകളെക്കുറിച്ചൊക്കെ ഒരുവിധം ധാരണയുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. രാജനും അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. രാജൻ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനാണ്. ഭാര്യയും 2 കുട്ടികളുമുണ്ട്. മാസം തരക്കേടില്ലാത്ത ശമ്പളം കിട്ടുന്നുണ്ട്. പക്ഷെ എപ്പോഴും സാമ്പത്തികമായൊരു ഞെരുക്കത്തിലാണ്. പ്രത്യേകിച്ച് വലിയ ചെലവുകളൊന്നുമില്ല, പക്ഷെ പൈസയൊന്നും മിച്ചവെക്കാൻ പറ്റുന്നില്ല എന്നായിരുന്നു രാജന്റെ പരാതി. എന്റെ നിർബന്ധപ്രകാരം രാജൻ ഒരു മാസം തന്റെ എല്ലാ ചെലവുകളും എഴുതിവെക്കാൻ തീരുമാനിച്ചു. ഓരോ ദിവസവും രാത്രി ഉറങ്ങുന്നതിനു മുൻപ് 5 മിനിറ്റ് ഇതിനായി മാറ്റിവെച്ചു. ആ മാസത്തിന്റെ അവസാനം ആ നോട്ട്ബുക്ക് കണ്ടപ്പോൾ രാജൻ ഞെട്ടിപ്പോയി. താൻ വലിയ ചെലവുകളില്ല എന്ന് വിശ്വസിച്ചിരുന്ന ജീവിതത്തിൽ ചെറിയ ചെറിയ ഒരുപാട് ചോർച്ചകൾ, മണി ലീക്സ് ഉണ്ടെന്ന് അയാൾ തിരിച്ചറിഞ്ഞു.
ദിവസവും ഓഫീസിലേക്കുള്ള യാത്രയിൽ പുറത്തുനിന്ന് കുടിക്കുന്ന 2 ചായയും സ്നാക്സും മാസം 1500 രൂപയാകുന്നുണ്ട് എന്ന് അയാൾ കണ്ടു. ആഴ്ചയിൽ 2-3 തവണ പുറത്തുനിന്ന് വാങ്ങുന്ന ഭക്ഷണം 4000 രൂപ കടക്കുന്നു. ആവശ്യമില്ലെങ്കിലും ഓഫർ കാണുമ്പോൾ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും ഓർഡർ ചെയ്യുന്ന ചെറിയ സാധനങ്ങൾ മാസം 3000 രൂപയോളം ആകുന്നുണ്ട്. ഉപയോഗിക്കാത്ത പല സബ്സ്ക്രിപ്ഷൻ സേവനങ്ങളും മാസം തോറും പണം കൊണ്ടുപോകുന്നു. ഇതെല്ലാം കൂട്ടിവന്നപ്പോൾ രാജൻ അറിയാതെ തന്നെ ഏകദേശം 10000 രൂപയോളം എങ്ങോട്ടുമെന്നില്ലാതെ ഒഴുകിപ്പോവുകയായിരുന്നു. ഈ തിരിച്ചറിവ് രാജനെ കുറ്റബോധത്തിലാക്കുകയല്ല ചെയ്തത്, മറിച്ച് അയാൾക്ക് കാര്യങ്ങളിൽ ഒരു വ്യക്തത നൽകി. ആ മൂടൽമഞ്ഞ് മാറിയതുപോലെയായി. തന്റെ പണം എവിടെയാണ് പോകുന്നത് എന്ന് അയാൾക്ക് മനസ്സിലായി. ദിസ് അവെയർനെസ് ഇസ് പവർ. ഈ അറിവാണ് ശക്തി. എവിടെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് മനസ്സിലാക്കാനുള്ള ശക്തി. അതുകൊണ്ട് നമ്മുടെ ഈ യാത്രയിലെ 2ാമത്തെ ചുവട് ഇതാണ്: ട്രാക്ക് യുവർ മണി ഫോർ അറ്റ്ലീസ്റ്റ് 30 ഡേയ്സ്. ഒരു പരീക്ഷണമായി ഇതിനെ കണ്ടാൽ മതി. ഈ 30 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കും രാജനെ പോലെ ചില ഞെട്ടിക്കുന്ന തിരിച്ചറിവുകൾ ഉണ്ടായേക്കാം. ഈ കണക്കുകൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പടി ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക എന്നതാണ്. ബഡ്ജറ്റ് എന്ന് കേൾക്കുമ്പോൾ ഒരു പിശുക്കന്റെ ജീവിതമല്ല മനസ്സിൽ വരേണ്ടത്. ബഡ്ജറ്റ് ഈസ് നോട്ട് അബൌട്ട് റെസ്ട്രിക്ഷൻ, ഇറ്റ്സ് അബൌട്ട് ഇന്റൻഷൻ. അതൊരു നിയന്ത്രണമല്ല, അതൊരു പദ്ധതിയാണ്. നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ഒരു പ്ലാൻ ഉണ്ടാക്കില്ലേ? ഫൗണ്ടേഷൻ എത്ര, ചുമരുകൾക്കെത്ര, റൂഫിങ്ങിനെത്ര എന്നൊക്കെ. അതുപോലെ നമ്മുടെ വരുമാനത്തിനുള്ളൊരു പ്ലാനാണ് ബഡ്ജറ്റ്. ഒരുപാട് സങ്കീർണമായ രീതികളുണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും ലളിതമായ എന്നാൽ ഏറ്റവും പവർഫുള്ളായ 50-30-20 റൂൾ ഉപയോഗിക്കാം. 1. 50% ഫോർ നീഡ്സ്, അത്യാവശ്യങ്ങൾക്കായി. നിങ്ങളുടെ വരുമാനത്തിന്റെ 50% നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്കായി മാറ്റിവെക്കുക. ഇതിൽ വീട്ടുവാടക, ഹോം ലോൺ EMI, ഭക്ഷണം, കറണ്ട് ബില്ല്, വെള്ളക്കരം, കുട്ടികളുടെ സ്കൂൾ ഫീസ്, യാത്രാച്ചെലവ് ഇതെല്ലാം ഉൾപ്പെടും. 2. 30% ഫോർ വാണ്ട്സ്, ആഗ്രഹങ്ങൾക്കായി. അടുത്ത 30% നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കായി ഉപയോഗിക്കാം. സിനിമ കാണാൻ പോകുന്നത്, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത്, പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നത്, യാത്രകൾ പോകുന്നത്, ഇതെല്ലാം ഈ 30% ഒതുക്കാൻ ശ്രമിക്കുക. 3. 20% ഫോർ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ്, സമ്പാദ്യവും നിക്ഷേപവും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. വരുമാനത്തിന്റെ 20% നിങ്ങൾ തൊടാനേ പാടില്ല. ഇത് നിങ്ങളുടെ ഭാവിക്കു വേണ്ടിയുള്ളതാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള നിങ്ങളുടെ ടിക്കറ്റാണ് ഈ 20%. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശീലം നമ്മൾ തുടങ്ങേണ്ടത്: പേ യുവർ സെൽഫ് ഫസ്റ്റ്. സാധാരണ നമ്മൾ എന്താണ് ചെയ്യാറ്? ശമ്പളം വരുന്നു, എല്ലാ ചെലവുകളും ബില്ലുകളും കൊടുത്തു തീർക്കുന്നു, അവസാനം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് സമ്പാദിക്കുന്നു. പലപ്പോഴും ഒന്നും ബാക്കിയുണ്ടാവുകയുമില്ല. ഈ രീതി നമ്മൾ തലതിരിച്ചിടണം. ശമ്പളം വന്ന ഉടനെ മറ്റെല്ലാ ചെലവുകൾക്കും മുൻപ് ഈ 20% എടുത്ത് ഒരു പ്രത്യേക അക്കൗണ്ടിലേക്കോ ഇൻവെസ്റ്റ്മെന്റിലേക്കോ മാറ്റുക. ഇത് നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്ന ശമ്പളമാണ്. നിങ്ങളുടെ ഭാവിയിലെ നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ നിങ്ങൾ നൽകുന്ന സമ്മാനമാണ്. ഈ ഒരു ശീലം മാത്രം മതി നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെ മാറ്റിമറിക്കാൻ. അപ്പോൾ 2ാമത്തെ ചാപ്റ്ററിലെ നമ്മുടെ ടാസ്കുകൾ ഇവയാണ്: നിങ്ങളുടെ പണം ട്രാക്ക് ചെയ്യുക, ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക, പിന്നെ ഏറ്റവും പ്രധാനമായി പേ യുവർ സെൽഫ് ഫസ്റ്റ്. നിങ്ങളുടെ സാമ്പത്തിക വീടിന്റെ ഫൗണ്ടേഷൻ ഉറപ്പിക്കുന്നത് ഈ പ്രവൃത്തികളിലൂടെയാണ്. നമ്മൾ നമ്മുടെ സാമ്പത്തിക നിലയെക്കുറിച്ചൊരു വ്യക്തതയുണ്ടാക്കി. വരുമാനം, ചെലവ്, സമ്പാദ്യം എല്ലാം നമ്മുടെ കൺമുന്നിലുണ്ട്. ശമ്പളം വരുമ്പോൾ തന്നെ ഒരു ഭാഗം നമുക്കു വേണ്ടി മാറ്റിവെക്കാനും നമ്മൾ പഠിച്ചു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഭാവിക്കു വേണ്ടി ഒരു തുകയുണ്ട്. ആ തുക കൊണ്ട് നമ്മൾ എന്തു ചെയ്യണം? നേരെ പോയി എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണോ? അവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. ഒരു വീട് പണിയുമ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട ശേഷം നേരെ റൂഫ് പണിയാറില്ലല്ലോ. ആദ്യം ചുമരുകൾ കെട്ടി അതിനെ ബലപ്പെടുത്തും. അതുപോലെ നമ്മുടെ സാമ്പത്തിക ഭവനത്തിന്റെ ചുമരുകൾ പണിയുന്നതിനെക്കുറിച്ചാണ് അടുത്ത അധ്യായം. കടങ്ങൾ എന്ന ഭാരത്തിൽ നിന്ന് മോചിതരാവുകയും അപ്രതീക്ഷിത സാഹചര്യങ്ങളെ നേരിടാൻ ഒരു സുരക്ഷാ കവചം തീർക്കുകയും ചെയ്യുക. ചാപ്റ്റർ 3. ബിൽഡ് യുവർ ഫോർട്രസ്. നിങ്ങളുടെ സാമ്പത്തിക കോട്ട പണിയുക. നമ്മുടെ ജീവിതം എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ പോകണമെന്നില്ല. അൺഎക്സ്പെക്റ്റഡ് സർപ്രൈസസ്, നല്ലതും ചീത്തയുമായവ എപ്പോഴും സംഭവിക്കാം. ഒരു ജോലി നഷ്ടപ്പെടുന്നത്, പെട്ടെന്നുണ്ടാകുന്ന ഒരു ഹോസ്പിറ്റൽ കേസ്, വണ്ടിക്കൊരു വലിയ റിപ്പയർ. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ
നമ്മൾ തയ്യാറല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയെടുത്ത സാമ്പത്തിക അച്ചടക്കം മുഴുവൻ തകിടമറിയും. നമ്മൾ വീണ്ടും കടത്തിലേക്ക് വീഴും. അതുകൊണ്ട് നമ്മുടെ സമ്പാദ്യം വളർത്താൻ തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ 2 കാര്യങ്ങൾ ഉറപ്പാക്കണം. 1. പഴയ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുക. 2. ഭാവിയിലെ കൊടുങ്കാറ്റുകളെ നേരിടാൻ ഒരു ഷെൽട്ടർ പണിയുക. പാർട്ട് 1. ദ ഡെബ്റ്റ് ട്രാപ്പ്. കടക്കിണിയിൽ നിന്നുള്ള മോചനം. ആദ്യം നമുക്ക് കടങ്ങളെക്കുറിച്ച് സംസാരിക്കാം. എല്ലാ കടങ്ങളും ഒരുപോലെയല്ല. ഒരു വീട് വാങ്ങാനെടുക്കുന്ന ഹോം ലോൺ അല്ലെങ്കിൽ എഡ്യൂക്കേഷനു വേണ്ടി എടുക്കുന്ന എഡ്യൂക്കേഷൻ ലോൺ എന്നിവയൊക്കെ നല്ല കടങ്ങളായി കണക്കാക്കാം. കാരണം അവ ഒരു അസറ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നമ്മുടെ മൂല്യം വർദ്ധിപ്പിക്കാനോ സഹായിക്കുന്നു. എന്നാൽ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ചില കടങ്ങളുണ്ട്. അതാണ് ഹൈ ഇൻട്രസ്റ്റ് ഡെബ്റ്റ്. ക്രെഡിറ്റ് കാർഡ് കടങ്ങൾ, പേഴ്സണൽ ലോണുകൾ എന്നിവയൊക്കെ ഇതിൽപ്പെടും. ഈ കടങ്ങളെ ഒരു ചതുപ്പ് നിലമായി സങ്കൽപ്പിക്കുക. നിങ്ങൾ അതിൽ നിന്ന് പുറത്തുവരാൻ ശ്രമിക്കുന്തോറും അത് നിങ്ങളെ കൂടുതൽ താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കും. കാരണം അതിന്റെ പലിശ വളരെ വലുതാണ്. നിങ്ങൾ 20,000 രൂപ ക്രെഡിറ്റ് കാർഡിൽ കടമുണ്ടെങ്കിൽ അതിന്റെ മിനിമം എമൗണ്ട് മാത്രം അടച്ചാൽ ആ കടം തീരാൻ വർഷങ്ങളെടുക്കും. അപ്പോഴേക്കും നിങ്ങൾ 20,000ന്റെ ഇരട്ടിയിലധികം തുക പലിശയായി മാത്രം അടച്ചിട്ടുണ്ടാകും. ഇത് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ഒരു കരിമ്പുഴയിലേക്ക് ഒഴിച്ചുകളയുന്നത് പോലെയാണ്. സാമ്പത്തികമായി മുന്നോട്ട് വളരാൻ ശ്രമിക്കുന്ന ഒരാളുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഈ ചീത്ത കടങ്ങൾ. അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം ഈ കടക്കിണിയിൽ നിന്ന് പുറത്തു കടക്കുക എന്നതാണ്. ഇതിന് വളരെ ഫലപ്രദമായൊരു വഴിയുണ്ട്. ദ ഡെബ്റ്റ് സ്നോബോൾ മെത്തേഡ്. ഒരു മഞ്ഞുമലയിൽ നിന്ന് ഉരുണ്ടുവരുന്ന ചെറിയൊരു മഞ്ഞുകട്ട വലുതായി വലുതായി വരുന്നതുപോലെ നമ്മുടെ കടങ്ങളെ ഒന്നൊന്നായി ഇല്ലാതാക്കുന്ന ഒരു രീതിയാണിത്. സ്റ്റെപ്പ് 1. നിങ്ങളുടെ എല്ലാ കടങ്ങളുടെയും ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ക്രെഡിറ്റ് കാർഡ് ബിൽ, പേഴ്സണൽ ലോൺ, സുഹൃത്തിനോട് വാങ്ങിയ കടം എല്ലാം. എന്നിട്ടതിനെ ഏറ്റവും ചെറിയ തുകയിൽ നിന്ന് ഏറ്റവും വലിയ തുകയിലേക്ക് എന്ന ക്രമത്തിൽ എഴുതുക. പലിശ നിരക്കിവിടെ നോക്കേണ്ടതില്ല. കടത്തിന്റെ വലിപ്പം മാത്രം നോക്കുക. സ്റ്റെപ്പ് 2. എല്ലാ കടങ്ങളിലും അടയ്ക്കേണ്ട മിനിമം തുക കൃത്യമായി അടയ്ക്കുക. സ്റ്റെപ്പ് 3. നിങ്ങളുടെ ബഡ്ജറ്റിൽ നിന്നും മിച്ചം പിടിച്ച പണം, അതായത് പേ യുവർ സെൽഫ് ഫസ്റ്റ്, കഴിഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും അധിക വരുമാനം മുഴുവനായും ആ ലിസ്റ്റിലെ ഏറ്റവും ചെറിയ കടം അടച്ചു തീർക്കാൻ ഉപയോഗിക്കുക. ബാക്കിയുള്ള കടങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട. നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ആ കുഞ്ഞൻ കടത്തിൽ മാത്രമായിരിക്കണം. സ്റ്റെപ്പ് 4. ആ ചെറിയ കടം പൂർണ്ണമായി അടച്ചു തീരുമ്പോൾ നിങ്ങൾക്കൊരു വല്ലാത്ത ആത്മവിശ്വാസം തോന്നും. ഒരു വിജയം നേടിയതുപോലെ. ഇപ്പോൾ നിങ്ങൾ ആ കടത്തിൽ അടച്ചുകൊണ്ടിരുന്ന തുക, അതായത് മിനിമം എമൗണ്ടും അധികമായി അടച്ച തുകയും എടുത്ത് ലിസ്റ്റിലെ 2ാമത്തെ കടത്തിലേക്ക് ചേർക്കുക. അങ്ങനെ ആ കടം വേഗത്തിൽ അടച്ചു തീർക്കുക. സ്റ്റെപ്പ് 5. ഈ പ്രോസസ്സ് തുടരുക. ഓരോ കടം തീരുമ്പോഴും അതിൽ അടച്ചുകൊണ്ടിരുന്ന മുഴുവൻ തുകയും അടുത്ത കടത്തിലേക്ക് ഒഴുകും. ഒരു മഞ്ഞുകട്ട ഉരുണ്ടു വലുതാവുന്നതുപോലെ നിങ്ങളുടെ കടം വീട്ടാനുള്ള കഴിവ് വലുതായിക്കൊണ്ടേയിരിക്കും. അവസാനം വലിയ കടവും നിങ്ങൾ അറിയാതെ തന്നെ അടച്ചു തീർന്നിട്ടുണ്ടാകും. ഈ രീതിയുടെ ഭംഗി അതിന്റെ സൈക്കോളജിയിലാണ്. ചെറിയ ചെറിയ വിജയങ്ങൾ നമുക്ക് മുന്നോട്ടു പോകാനുള്ള പ്രചോദനം തരും. പാർട്ട് 2. ദ എമർജൻസി ഫണ്ട്. അടിയന്തര നിധി. കടങ്ങളെല്ലാം തീർത്തു, അല്ലെങ്കിൽ തീർക്കാൻ ഒരു വഴി കണ്ടെത്തി. ഇനി നമുക്ക് ആ സുരക്ഷാ കവചം പണിയാം. അതാണ് എമർജൻസി ഫണ്ട്. ഒരു ദിവസം നിങ്ങൾ പുറത്തേക്കിറങ്ങുമ്പോൾ നല്ല വെയിലാണെന്ന് കരുതുക. നിങ്ങൾ കുടയെടുക്കില്ല. പക്ഷെ പെട്ടെന്നൊരു മഴ പെയ്താൽ എന്തു ചെയ്യും? നിങ്ങൾ മുഴുവനായി നനയും. ഒരുപക്ഷെ പനി പിടിച്ചേക്കാം. എന്നാൽ കയ്യിലൊരു കുടയുണ്ടായിരുന്നെങ്കിലോ? ആ മഴ നിങ്ങൾക്കൊരു പ്രശ്നമേയല്ല. ഈ കുടയാണ് എമർജൻസി ഫണ്ട്. ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും പെയ്തേക്കാവുന്ന സാമ്പത്തിക മഴകളെ നനയാതെ നേരിടാൻ സഹായിക്കുന്ന ഒന്നാണിത്. ജോലി നഷ്ടപ്പെടുക, പെട്ടെന്നുണ്ടാകുന്ന ഒരു ഹോസ്പിറ്റൽ കേസ്, വണ്ടിക്കൊരു വലിയ റിപ്പയർ. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയെടുത്ത സാമ്പത്തിക അച്ചടക്കം മുഴുവൻ തകിടമറിയും. നമ്മൾ വീണ്ടും കടത്തിലേക്ക് വീഴും. അതുകൊണ്ട് നമ്മുടെ സമ്പാദ്യം വളർത്താൻ തുടങ്ങുന്നതിന്റെ മുൻപ് നമ്മൾ 2 കാര്യങ്ങൾ ഉറപ്പാക്കണം. 1. പഴയ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുക. 2. ഭാവിയിലെ കൊടുങ്കാറ്റുകളെ നേരിടാൻ ഒരു ഷെൽട്ടർ പണിയുക. എത്ര രൂപയാണ് എമർജൻസി ഫണ്ടായി വേണ്ടത്? കുറഞ്ഞത് നിങ്ങളുടെ 3 മുതൽ 6 മാസം വരെയുള്ള ജീവിത ചെലവുകൾക്ക് തുല്യമായ തുക. നിങ്ങളുടെ ശമ്പളമല്ല, നിങ്ങളുടെ നീഡ്സ് അഥവാ അത്യാവശ്യ ചെലവുകൾ. വാടക, ഭക്ഷണം, ബില്ലുകൾ തുടങ്ങിയവ. നിങ്ങൾക്ക് മാസം 30,000 രൂപയാണ് ജീവിക്കാൻ ആവശ്യമെങ്കിൽ നിങ്ങളുടെ എമർജൻസി ഫണ്ട് 90,000 മുതൽ 1,50,000 രൂപ വരെ ആയിരിക്കണം. ഈ പണം എവിടെ സൂക്ഷിക്കണം? ഇത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണമല്ല. അതുകൊണ്ട്
സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ ഇടരുത്. നമുക്ക് എളുപ്പത്തിൽ ഒരു നഷ്ടവും കൂടാതെ തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരിടത്തായിരിക്കണമിത്. ഒരു സ്പെഷ്യൽ സേവിങ്സ് അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ സാധാരണ സാലറി അക്കൗണ്ടിൽ നിന്ന് മാറ്റി എമർജൻസി ഫണ്ട് എന്ന പേരിട്ട ഒരു അക്കൗണ്ടിൽ തന്നെ വയ്ക്കുക. അപ്പോൾ നമ്മളതെടുത്ത് മറ്റു കാര്യങ്ങൾക്ക് ചെലവഴിക്കില്ല. ഈ ഫണ്ട് ഉണ്ടാക്കുന്നത് ഒരു മാരത്തോൺ പോലെയാണ്, സ്പ്രിന്റല്ല. ഒറ്റയടിക്കുണ്ടാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഓരോ മാസവും നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു ഭാഗം ഇതിലേക്ക് മാറ്റിവെക്കുക. ഡെബ് സ്നോബോൾ വഴി കടങ്ങൾ തീർന്നു കഴിഞ്ഞാൽ ആ വലിയ തുക എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കാം. ഈ കോട്ടയുടെ ചുമരുകൾ പണിഞ്ഞുകഴിഞ്ഞാൽ, അതായത് കടങ്ങൾ തീർത്തുകയും ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുകയും ചെയ്താൽ നിങ്ങൾ സാമ്പത്തികമായി വളരെ ശക്തരാകും. ചെറിയ കാറ്റും മഴയും നിങ്ങളെ ഭയപ്പെടുത്തില്ല. നിങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാം. ഈ ഉറച്ച അടിത്തറയിന്മേലാണ് നമ്മൾ സമ്പത്ത് വളർത്താൻ തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മുടെ സാമ്പത്തിക ജീവിതം ഒരു കോട്ട പോലെ ഭദ്രമാണ്. നമ്മളെ പിന്നോട്ട് വലിച്ചിരുന്ന കടങ്ങളാകുന്ന ചങ്ങലകൾ നമ്മൾ പൊട്ടിച്ചെറിഞ്ഞു. ജീവിതത്തിലെ അപ്രതീക്ഷിത കൊടുങ്കാറ്റുകളെ നേരിടാൻ ഒരു എമർജൻസി ഫണ്ടെന്ന കുടയും നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു ഉറച്ച തറയിലാണ്. ഈ തറയിൽ നിന്നുകൊണ്ട് നമുക്ക് മുകളിലേക്ക് നോക്കാം. സമ്പത്ത് കെട്ടിപ്പടിക്കുന്നതിനെക്കുറിച്ച്, നമ്മുടെ പണത്തെ നമുക്കുവേണ്ടി ജോലി ചെയ്യിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. നിങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സമ്പാദിക്കുന്ന പണം ഒരു അലമാരയിലോ അല്ലെങ്കിൽ സാധാരണ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലോ വെറുതെ ഇരിക്കുകയാണെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾ വിചാരിക്കുന്നത് ആ പണം അവിടെ സുരക്ഷിതമായിരിക്കുന്നു എന്നാണ്. പക്ഷെ സത്യത്തിൽ ഓരോ ദിവസം കഴിയുന്തോറും ആ പണത്തിന്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു അദൃശ്യനായ ശത്രുവുണ്ട്. ആ ശത്രുവിന്റെ പേരാണ് ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം. പണപ്പെരുപ്പം എന്നുവച്ചാൽ എന്താണ്? വളരെ ലളിതമായി പറയാം. പണ്ട് ഒരു 10 വർഷം മുൻപ് 10 രൂപയ്ക്ക് നമുക്ക് നല്ലൊരു ചായയും ഒരു പലഹാരവും കിട്ടുമായിരുന്നു. ഇന്ന് ആ 10 രൂപയ്ക്ക് ഒരു ചായ പോലും കിട്ടാൻ പ്രയാസമാണ്. ഇവിടെ 10 രൂപയുടെ മൂല്യം കുറഞ്ഞു. ഇതാണ് പണപ്പെരുപ്പം. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിന്റെ വാങ്ങൽ ശേഷി അല്ലെങ്കിൽ പർച്ചേസിംഗ് പവർ കുറയുന്ന അവസ്ഥ. നിങ്ങളുടെ പണം ഒരു സേവിങ്സ് അക്കൗണ്ടിൽ വെറുതെ കിടക്കുമ്പോൾ അതിന് കിട്ടുന്ന പലിശ ഏകദേശം 3-4% എന്നാൽ നമ്മുടെ രാജ്യത്തെ പണപ്പെരുപ്പത്തിന്റെ ശരാശരി നിരക്ക് 6-7%. ഇതിനർത്ഥം നിങ്ങളുടെ പണം വളരുന്നതിനേക്കാൾ വേഗത്തിൽ അതിന്റെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ലൈക്ക് റണ്ണിംഗ് ഓൺ എ ട്രെഡ്മിൽ ദാറ്റ്സ് മൂവിംഗ് ബാക്ക്വേർഡ്സ്. നിങ്ങൾ ഓടുന്നുണ്ട്, വിയർക്കുന്നുണ്ട്, പക്ഷെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകുന്നില്ല. സത്യത്തിൽ പിന്നോട്ടാണ് പോകുന്നത്. അപ്പോൾ എന്താണിതിനൊരു പരിഹാരം? നമ്മുടെ പണത്തെ പണപ്പെരുപ്പത്തേക്കാൾ വേഗത്തിൽ വളർത്തുക. അതിനുള്ള ഏക വഴിയാണ് ഇൻവെസ്റ്റിംഗ് അഥവാ നിക്ഷേപം. സേവിങ്സും ഇൻവെസ്റ്റിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സേവിങ്സ് എന്നത് ഒരു മരത്തിന്റെ വിത്ത് ഒരു പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിക്കുന്നതുപോലെയാണ്. അതവിടെ സുരക്ഷിതമായിരിക്കും, പക്ഷെ അത് വളരില്ല. എന്നാൽ ഇൻവെസ്റ്റിംഗ് എന്നത് ആ വിത്ത് മണ്ണിൽ നട്ട് അതിന് വെള്ളവും വളവും നൽകി അതിനെ ഒരു വലിയ മരമാക്കി മാറ്റുന്നതുപോലെയാണ്. ആ മരം നിങ്ങൾക്ക് തണല് തരും, ഒരുപാട് ഫലങ്ങൾ തരും. ആ ഫലങ്ങളിൽ നിന്ന് വീണ്ടും ആയിരക്കണക്കിന് പുതിയ വിത്തുകളുണ്ടാവും. ദിസ് ഇസ് ഹൗ യു ക്രിയേറ്റ് വെൽത്ത്. ഇവിടെയാണ് ലോകത്തിലെ 8ാമത്തെ അത്ഭുതമെന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ വിശേഷിപ്പിച്ച ഒരു മാന്ത്രിക വിദ്യ പ്രവർത്തിക്കുന്നത്. ദ പവർ ഓഫ് കോമ്പൗണ്ടിംഗ് അഥവാ കൂട്ടുപലിശയുടെ ശക്തി. ഇതിനെ മനസ്സിലാക്കാൻ നമുക്ക് അരുണിന്റെയും വരുണിന്റെയും കഥ കേൾക്കാം. രണ്ടുപേരും സുഹൃത്തുക്കളാണ്, ഒരേ പ്രായക്കാരുമാണ്. അരുൺ തന്റെ 25ാം വയസ്സിൽ എല്ലാ മാസവും 5000 രൂപ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ തുടങ്ങി. അവൻ 25 വയസ്സ് മുതൽ 35 വയസ്സുവരെ, അതായത് 10 വർഷം മാത്രം ഇത് തുടർന്നു. 10 വർഷം കൊണ്ട് അരുൺ നിക്ഷേപിച്ചത് ആകെ 6 ലക്ഷം രൂപയാണ്. 5000 × 12 × 10. അതിനുശേഷം അവൻ 1 രൂപ പോലും നിക്ഷേപിച്ചില്ല. പക്ഷെ ആ പണം അവിടെ വളരാൻ അനുവദിച്ചു. വരുൺ കുറച്ചുകൂടി കാത്തിരുന്നു. അവൻ തന്റെ 35ാം വയസ്സിലാണ് നിക്ഷേപം തുടങ്ങിയത്. പക്ഷെ അരുണിനേക്കാൾ കൂടുതൽ കാലം, അതായത് 60 വയസ്സുവരെ എല്ലാ മാസവും 5000 രൂപ അവൻ നിക്ഷേപിച്ചു. വരുൺ 25 വർഷം കൊണ്ട് ആകെ നിക്ഷേപിച്ചത് 15 ലക്ഷം രൂപയാണ്. 5000 × 12 × 25. അവരുടെ 60ാമത്തെ വയസ്സിൽ ആര് കൂടുതൽ പണം ഉണ്ടാക്കിയിട്ടുണ്ടാകും? വരുണായിരിക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? കാരണം അവൻ കൂടുതൽ പണം കൂടുതൽ കാലം നിക്ഷേപിച്ചല്ലോ. എന്നാൽ സത്യം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ശരാശരി 12% വാർഷിക വളർച്ച കണക്കാക്കിയാൽ വരുണിന്റെ 15 ലക്ഷം രൂപയുടെ നിക്ഷേപം
60-ാമത്തെ വയസ്സിൽ ഏകദേശം 95 ലക്ഷം രൂപയായി വളർന്നിട്ടുണ്ടാവും. അതൊരു വലിയ തുക തന്നെയാണ്. എന്നാൽ വെറും 6 ലക്ഷം രൂപ മാത്രം നിക്ഷേപിച്ച അരുണിന്റെ പണം 60-ാമത്തെ വയസ്സിൽ വളർന്നുണ്ടാവുക ഏകദേശം 1.8 കോടി രൂപയായിരിക്കും. വരുണിന്റെ ഏകദേശം ഇരട്ടി. ഇതെങ്ങനെ സംഭവിച്ചു? ഇതാണ് കോമ്പൗണ്ടിങ്ങിന്റെ മാജിക്. അരുൺ നേരത്തെ തുടങ്ങിയതുകൊണ്ട് അവന്റെ പണത്തിന് വളരാൻ കൂടുതൽ സമയം കിട്ടി. അവന്റെ പണം ഉണ്ടാക്കിയ പലിശ വീണ്ടും പലിശയുണ്ടാക്കാൻ തുടങ്ങി. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഹൗ മച്ച് മണി യു ഇൻവെസ്റ്റ്, ഇറ്റ്സ് അബൌട്ട് ഹൗ മച്ച് ടൈം യു ഗിവ് യുവർ മണി ടു ഗ്രോ. എനിക്ക് ഇൻവെസ്റ്റ്മെന്റിനെക്കുറിച്ച് ഒന്നും അറിയില്ല, സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ പേടിയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. വിഷമിക്കേണ്ട. തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ വലിയ റിസ്ക് ഇല്ലാതെ തുടങ്ങാൻ പറ്റിയ വഴികളുണ്ട്. അതിലൊന്നാണ് മ്യൂച്വൽ ഫണ്ട്സ്, പ്രത്യേകിച്ചും SIP വഴി. SIP എന്നാൽ എല്ലാ മാസവും ഒരു നിശ്ചിത തീയതിയിൽ ഒരു നിശ്ചിത തുക നമ്മൾ തിരഞ്ഞെടുത്ത ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായി നിക്ഷേപിക്കപ്പെടുന്ന രീതിയാണ്. ഇത് നമ്മൾ പഠിച്ച പേ യോർസെൽഫ് ഫസ്റ്റ് എന്ന ശീലത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ പോലെയാണ്. മാസം 1000 രൂപ വെച്ചോ 500 രൂപ വെച്ചോ നമുക്ക് തുടങ്ങാം. ഇത് മാർക്കറ്റിലെ കയറ്റിയിറക്കങ്ങളുടെ റിസ്ക് കുറയ്ക്കാനും ഒരു ശീലമായി നിക്ഷേപം മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കും. ഏത് മ്യൂച്വൽ ഫണ്ടാണ് തിരഞ്ഞെടുക്കേണ്ടത്? തുടക്കക്കാർക്ക് ഏറ്റവും നല്ലത് ഇൻഡെക്സ് ഫണ്ട്സാണ്. ഇതിൽ ഒരുപാട് റിസർച്ച് നടത്തേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന്, ഒരു നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ 50 കമ്പനികളിൽ ഒരേ സമയം ഒരു ചെറിയ ഭാഗം വാങ്ങുകയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിലല്ല, മറിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിലാണ് നിക്ഷേപിക്കുന്നത്. കാലക്രമേണ ഇത് സുരക്ഷിതമായി നല്ലൊരു വളർച്ച തരും. ഓർക്കുക, നിക്ഷേപം എന്നത് ഒരു ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീമല്ല, അതൊരു മാരത്തോണാണ്. മാർക്കറ്റ് ചിലപ്പോൾ താഴേക്ക് പോകും. നിങ്ങളുടെ നിക്ഷേപത്തിന്റെ മൂല്യം കുറയുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നാം. ആ സമയത്ത് പേടിച്ചു പണം പിൻവലിക്കരുത്. ഒരു കുന്നിൻ മുകളിലേക്ക് നടന്ന് കയറുന്ന ഒരാളെപ്പോലെയാണ് മാർക്കറ്റ്. അയാൾ ചിലപ്പോൾ 2 അടി മുന്നോട്ട് വയ്ക്കും, 1 അടി പിന്നോട്ട് വയ്ക്കും. പക്ഷേ ദീർഘകാലത്തിൽ നോക്കുമ്പോൾ അയാൾ മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ക്ഷമയോടെ, അച്ചടക്കത്തോടെ ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുക. അതാണ് സമ്പത്ത് സൃഷ്ടിക്കാനുള്ള ഏറ്റവും നല്ല വഴി. നമ്മൾ നമ്മുടെ പണത്തെ കൈകാര്യം ചെയ്യാൻ പഠിച്ചു, കടങ്ങൾ തീർത്തു, ഒരു സുരക്ഷാ വലയം തീർത്തു. നമ്മുടെ പണത്തെ നമുക്കുവേണ്ടി ജോലി ചെയ്യിക്കാനായി നിക്ഷേപിക്കാനും തുടങ്ങി. ഇതുവരെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് നമ്മുടെ കയ്യിലുള്ള വരുമാനത്തെ ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതിലാണ്. ഒരു ബക്കറ്റിലേക്ക് വെള്ളം നിറയ്ക്കുന്നതുപോലെ. അതിലെ ഓട്ടകൾ നമ്മൾ അടച്ചു, ചെലവുകൾ നിയന്ത്രിച്ചു, വരുന്ന വെള്ളം പാഴാകാതെ സൂക്ഷിച്ചു, സമ്പാദിച്ചു. ആ വെള്ളം കൊണ്ട് പുതിയ ചെടികൾക്ക് ജീവൻ നൽകി, നിക്ഷേപിച്ചു. ഇനി നമുക്ക് ആ ബക്കറ്റിലേക്ക് വരുന്ന വെള്ളത്തിന്റെ അളവ് എങ്ങനെ കൂട്ടാമെന്ന് നോക്കാം. ഒരു പൈപ്പിൽ നിന്ന് മാത്രമല്ല, ഒന്നിലധികം പൈപ്പുകളിൽ നിന്ന് വെള്ളം ആ ബക്കറ്റിലേക്ക് ഒഴുകി വന്നാൽ അതെത്ര പെട്ടെന്ന് നിറയും. അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന വരുമാനത്തിന്റെ വഴികൾ കൂട്ടിയാൽ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്ര വേഗത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. ചാപ്റ്റർ 5 എക്സ്പാൻഡ് യുവർ ഹൊറൈസൺസ്. വരുമാനം വർദ്ധിപ്പിക്കുക. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയെ വേഗത്തിലാക്കാനുള്ള ഏറ്റവും ശക്തമായൊരു വഴിയാണ് വരുമാനം വർദ്ധിപ്പിക്കുക എന്നത്. ചെലവ് ചുരുക്കുന്നതിനൊരു പരിധിയുണ്ട്. നമുക്കൊരു പരിധിയിൽ കൂടുതൽ നമ്മുടെ അത്യാവശ്യങ്ങൾ കുറയ്ക്കാൻ സാധിക്കില്ല. എന്നാൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പരിധികളില്ല. ദ സ്കൈ ഈസ് ദ ലിമിറ്റ്. വരുമാനം വർദ്ധിപ്പിക്കുക എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്നത് രണ്ടാമതൊരു ജോലി കൂടി ചെയ്യുക, രാവും പകലും വിശ്രമമില്ലാതെ ഓടുക എന്നൊക്കെയായിരിക്കും. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ കഴിവുകളെ, നമ്മുടെ സമയത്തെ, നമ്മുടെ ഹോബികളെയൊക്കെ ബുദ്ധിപരമായി ഉപയോഗിച്ച് അധിക വരുമാനം കണ്ടെത്താനുള്ള വഴികളുണ്ട്. ആദ്യം നമുക്ക് നമ്മുടെ പ്രധാന വരുമാന സ്രോതസ്സായ ജോലിയിൽ നിന്ന് തുടങ്ങാം. 1. ഗ്രോ ഇൻ യുവർ കരിയർ. നിങ്ങളുടെ ജോലിയിൽ വളരുക. നിങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മാനേജറുമായി സംസാരിച്ചിട്ടുണ്ടോ? പലരും ഇതിന് മടിക്കുന്നവരാണ്. ചോദിച്ചാൽ എന്തു വിചാരിക്കും, ഇപ്പോൾ കമ്പനിയുടെ അവസ്ഥ മോശമാണ് എന്നൊക്കെ നമ്മൾ സ്വയം ന്യായീകരണങ്ങൾ കണ്ടെത്തും. എന്നാൽ ഓർക്കുക, നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് അർഹമായ പ്രതിഫലം ചോദിച്ചു വാങ്ങുന്നത് നിങ്ങളുടെ അവകാശമാണ്. ഒരു ശമ്പള വർധനവിനു വേണ്ടി സംസാരിക്കുന്നതിന് മുൻപ് നിങ്ങൾ അതിന് തയ്യാറെടുക്കണം. 1. അപ്സ്കിൽ യുവർസെൽഫ്. നിങ്ങളുടെ ജോലിയിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ ടെക്നോളജികൾ, പുതിയ സ്കില്ലുകൾ എന്നിവയൊക്കെ സ്വന്തമാക്കുക. കമ്പനിക്ക് നിങ്ങളെക്കൊണ്ട് കൂടുതൽ പ്രയോജനമുണ്ട് എന്നവർക്ക് തോന്നണം. 2. ടേക്ക് മോർ റെസ്പോൺസിബിലിറ്റി. നിങ്ങളുടെ സാധാരണ ജോലിക്ക് പുറമെ പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുക.
ഒരു ലീഡർഷിപ്പ് റോൾ എടുക്കാൻ തയ്യാറാവുക. 3. ഡോക്യുമെന്റ് യുവർ അച്ചീവ്മെന്റ്സ്. നിങ്ങൾ കമ്പനിക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ, നിങ്ങളുടെ വിജയങ്ങൾ എല്ലാം ഒരു ഡയറിയിൽ കുറിച്ചുവയ്ക്കുക. ശമ്പള വർധനവിനു വേണ്ടി സംസാരിക്കുമ്പോൾ എനിക്ക് കൂടുതൽ ശമ്പളം വേണം എന്ന് പറയുന്നതിനു പകരം കഴിഞ്ഞ 1 വർഷം ഞാൻ ഈ പ്രോജക്റ്റുകൾ വിജയകരമായി പൂർത്തിയാക്കി, അത് കമ്പനിക്ക് ഇത്രയും ലാഭമുണ്ടാക്കി, അതുകൊണ്ട് എന്റെ കഴിവിനും അധ്വാനത്തിനും അനുസരിച്ചുള്ള ഒരു ശമ്പള വർധനവ് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നു പറയുമ്പോൾ അതിനൊരു ശക്തിയുണ്ട്. 2. ക്രിയേറ്റ് സൈഡ് ഹസിൽസ്. അധിക വരുമാന മാർഗങ്ങൾ കണ്ടെത്തുക. ജോലി കഴിഞ്ഞുള്ള സമയം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? TV കണ്ടും സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തും നമ്മൾ ഒരുപാട് സമയം കളയാറില്ലേ? ആ സമയത്തിൽ നിന്ന് 1 മണിക്കൂർ എല്ലാ ദിവസവും മാറ്റിവെച്ചാൽ നമുക്കൊരു പുതിയ വരുമാനമാർഗം കണ്ടെത്താൻ സാധിക്കും. അതാണ് സൈഡ് ഹസിൽ. നിങ്ങളുടെ പ്രധാന ജോലിയെ ബാധിക്കാതെ നിങ്ങളുടെ ഇഷ്ടങ്ങളും കഴിവുകളും ഉപയോഗിച്ച് പണം സമ്പാദിക്കുന്ന രീതി. സുനിതയുടെ കഥ കേൾക്കൂ. സുനിത ഒരു സ്കൂൾ ടീച്ചറാണ്. അവൾക്ക് നന്നായി കേക്ക് ഉണ്ടാക്കാൻ അറിയാമായിരുന്നു. അതവളുടെ ഒരു ഹോബിയായിരുന്നു. കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും പിറന്നാളിന് അവളാണ് കേക്കുണ്ടാക്കിയിരുന്നത്. എല്ലാവരും പറയും അവളുടെ കേക്കിന് നല്ല രുചിയാണെന്ന്. ഒരു ദിവസം അവൾ ചിന്തിച്ചു, എന്തുകൊണ്ടിതൊരു ചെറിയ വരുമാനമാർഗമാക്കി മാറ്റിക്കൂടാ? അവൾ സുനിതാസ് ഹോം ബേക്സ് എന്ന പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി. താൻ ഉണ്ടാക്കുന്ന കേക്കുകളുടെ ഫോട്ടോകൾ അതിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. തുടക്കത്തിൽ കൂട്ടുകാരും ബന്ധുക്കളും മാത്രമായിരുന്നു ഓർഡർ നൽകിയിരുന്നത്. പക്ഷേ അവളുടെ കേക്കിന്റെ രുചിയെക്കുറിച്ച് കേട്ടറിഞ്ഞ് പതിയെ പുറത്തുനിന്നും ഓർഡറുകൾ വരാൻ തുടങ്ങി. ഇപ്പോൾ ശനിയും ഞായറും മാത്രം ജോലി ചെയ്ത് അവൾ തന്റെ മാസശമ്പളത്തിന്റെ പകുതിയോളം തുക ഈ കേക്ക് ബിസിനസ്സിൽ നിന്ന് സമ്പാദിക്കുന്നുണ്ട്. ഇവിടെ സുനിത ചെയ്തതെന്താണ്? അവൾക്കിഷ്ടമുള്ള, അവൾക്ക് കഴിവുള്ള ഒരു കാര്യത്തെ ഒരു വരുമാനമാർഗമാക്കി മാറ്റി. അതുപോലെ നമുക്കെല്ലാവർക്കും എന്തെങ്കിലും കഴിവുകളുണ്ടാവും. നിങ്ങൾക്ക് നന്നായി എഴുതാൻ അറിയാമോ? ഓൺലൈനിൽ കണ്ടന്റ് റൈറ്റിംഗ് ജോലികൾ, ട്രാൻസ്ലേഷൻ ജോലികൾ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഫോട്ടോഗ്രഫി ഇഷ്ടമാണോ? ചെറിയ ചെറിയ പരിപാടികളുടെ, കുട്ടികളുടെ പിറന്നാളിന്റെ ഫോട്ടോകൾ എടുത്തുകൊടുക്കാം. നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമാണോ? വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാം, അല്ലെങ്കിൽ ഓൺലൈനായി ക്ലാസുകൾ നൽകാം. നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയാമോ? വാരാന്ത്യങ്ങളിൽ ഒരു ടാക്സി ഡ്രൈവറായി പാർട്ട് ടൈം ജോലി ചെയ്യാം. നിങ്ങൾക്ക് ഒരു വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ അറിവുണ്ടോ? ഒരു യൂട്യൂബ് ചാനലോ ഒരു ബ്ലോഗോ തുടങ്ങാം. തുടക്കത്തിൽ വരുമാനം കിട്ടിയില്ലെങ്കിലും കാലക്രമേണ അതൊരു വലിയ വരുമാന സ്രോതസ്സായി മാറിയേക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അധിക വരുമാനം കയ്യിൽ കിട്ടുമ്പോൾ നമ്മുടെ ജീവിതശൈലിയെ ആഡംബരപൂർണ്ണമാക്കാൻ അതുപയോഗിക്കരുത്. ഇപ്പോൾ കൂടുതൽ പണം കയ്യിലുണ്ടല്ലോ, ഒരു പുതിയ ഐഫോൺ വാങ്ങിയേക്കാം എന്ന് ചിന്തിക്കരുത്. ഇതിനാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. വരുമാനം കൂടുന്നതിനനുസരിച്ച് ചെലവും കൂട്ടുന്ന അവസ്ഥ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ നിൽക്കും. പകരം ഈ അധിക വരുമാനത്തെ ഒരു സൂപ്പർ പവറായി കാണുക. നിങ്ങളുടെ കടങ്ങൾ വേഗത്തിൽ അടച്ചു തീർക്കാനുള്ള സൂപ്പർ പവർ, നിങ്ങളുടെ എമർജൻസി ഫണ്ട് പെട്ടെന്നുണ്ടാക്കിയെടുക്കാനുള്ള സൂപ്പർ പവർ, നിങ്ങളുടെ നിക്ഷേപങ്ങളെ 10 മടങ്ങ് വേഗത്തിൽ വളർത്താനുള്ള സൂപ്പർ പവർ. ഈ അധിക വരുമാനം മുഴുവനായും നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ സാമ്പത്തിക സ്വാതന്ത്ര്യമെന്ന ലക്ഷ്യത്തിലേക്ക് ഒരു റോക്കറ്റ് വേഗത്തിൽ കുതിക്കുന്നത് കാണാം. നമ്മുടെ യാത്ര അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഒരുപാട് ദൂരം ഒരുമിച്ച് സഞ്ചരിച്ചു. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള മാനസികമായ ഒരുക്കം നടത്തി. നമ്മുടെ പണത്തിന്റെ വരവും പോക്കും മനസ്സിലാക്കി, അതിനു ദിശാബോധം നൽകി. കടങ്ങളെയും അടിയന്തര സാഹചര്യങ്ങളെയും നേരിടാനുള്ള കോട്ട കെട്ടി. നമ്മുടെ പണത്തെ നമുക്കു വേണ്ടി പണിയെടുക്കാൻ പഠിപ്പിച്ചു. വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വഴികളും നമ്മൾ കണ്ടെത്തി. ഇപ്പോൾ നിങ്ങളൊരു പുതിയ മനുഷ്യനാണ്. പണത്തെ പേടിച്ചിരുന്ന, മാസാവസാനം എങ്ങനെ കഴിയുമെന്ന് ചിന്തിച്ചു വിഷമിച്ചിരുന്ന പഴയ ആളല്ല നിങ്ങൾ. പണത്തെ നിയന്ത്രിക്കാൻ പഠിച്ച, ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള, ആത്മവിശ്വാസമുള്ള ഒരാളായി നിങ്ങൾ മാറിയിരിക്കുന്നു. ഈ യാത്രയുടെ അവസാന അധ്യായം ഈ അറിവുകളെല്ലാം ഒരുമിച്ച് ചേർത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതിനെക്കുറിച്ചാണ്. ചാപ്റ്റർ 6 ദ ജേർണി, നോട്ട് ദ ഡെസ്റ്റിനേഷൻ. ലക്ഷ്യമല്ല, യാത്രയാണ് പ്രധാനം. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നതൊരു ലക്ഷ്യമെന്നതിലുപരി അതൊരു ജീവിത രീതിയാണ്. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഫിനാൻഷ്യലി ഫ്രീ ആയി എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷമല്ല അത്. മറിച്ച് ഓരോ ദിവസവും നിങ്ങളെടുക്കുന്ന ചെറിയ ചെറിയ ശരിയായ തീരുമാനങ്ങളുടെ ആകത്തുകയാണത്. അത് നിങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് പകരം വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ്. ഓഫർ കാണുമ്പോൾ ആവേശത്തിൽ ചാടി വീഴാതെ എനിക്കിത് ആവശ്യമുണ്ടോ എന്ന് സ്വയം ചോദിക്കുന്ന ചോദ്യമാണ്. ശമ്പളം വരുമ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഒരു വിഹിതം മാറ്റിവെക്കുന്ന ശീലമാണ്. ഈ ചെറിയ കാര്യങ്ങളാണ് വലിയ മാറ്റങ്ങളുണ്ടാക്കുന്നത്. ഈ യാത്രയിൽ നിങ്ങൾ തനിച്ചല്ല. നിങ്ങളുടെ കുടുംബത്തെയും ഈ യാത്രയുടെ ഭാഗമാക്കുക. നിങ്ങളുടെ പങ്കാളിയുമായി പണത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുക.
നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ അവരുമായി പങ്കുവയ്ക്കുക. ഒരുമിച്ച് ബഡ്ജറ്റ് തയ്യാറാക്കുക. ഇത് നിങ്ങളെ രണ്ടുപേരെയും ഒരേ ദിശയിലേക്ക് നയിക്കും. നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കും. നിങ്ങളുടെ മക്കളെ ചെറുപ്പം തന്നെ പണത്തിന്റെ മൂല്യത്തെക്കുറിച്ച് പഠിപ്പിക്കുക. അവർക്ക് പോക്കറ്റ് മണി നൽകുമ്പോൾ അതിലൊരു ഭാഗം സേവ് ചെയ്യാനും ഒരു ഭാഗം മറ്റുള്ളവരെ സഹായിക്കാനായി മാറ്റിവെക്കാനും ബാക്കി അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും ശീലിപ്പിക്കുക. നിങ്ങൾ പഠിച്ച പാഠങ്ങൾ അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുമ്പോൾ നിങ്ങളൊരു കുടുംബത്തിന്റെ സാമ്പത്തിക ഭാവിയാണ് സുരക്ഷിതമാക്കുന്നത്. ഈ യാത്രയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മടുപ്പ് തോന്നാം. കൂട്ടുകാർ പുതിയ കാറ് വാങ്ങുമ്പോൾ, വെക്കേഷന് യൂറോപ്പിൽ പോകുമ്പോൾ നിങ്ങൾക്കൊരു നഷ്ടബോധം തോന്നിയേക്കാം. സോഷ്യൽ മീഡിയയിലെ ആഡംബര ജീവിതങ്ങൾ കാണുമ്പോൾ ഞാൻ മാത്രം എന്തിനിങ്ങനെ പിശുക്കി ജീവിക്കണമെന്ന് ചിന്തിച്ചേക്കാം. ആ സമയത്തോർക്കുക, നിങ്ങൾ കാണുന്നത് അവരുടെ ജീവിതത്തിന്റെ ഹൈലൈറ്റ് റീലുകൾ മാത്രമാണ്. അതിന്റെ പിന്നിലെ EMIകളോ ക്രെഡിറ്റ് കാർഡ് ബില്ലുകളോ സ്ട്രെസ്സോ നിങ്ങൾ കാണുന്നില്ല. നിങ്ങളുടെ പാത വ്യത്യസ്തമാണ്. നിങ്ങൾ കെട്ടിപ്പടുക്കുന്നത് ആഡംബരങ്ങളുടെ ഒരു മണൽക്കൊട്ടാരമല്ല, മറിച്ച് സമാധാനത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും ഒരു കോട്ടയാണ്. ആ കോട്ടയ്ക്കുള്ളിൽ നിങ്ങൾക്കിഷ്ടമുള്ള ജീവിതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നാളെയെക്കുറിച്ച് പേടിയില്ലാതെ ഉറങ്ങാനുള്ള സമാധാനമുണ്ട്. ആ സമാധാനത്തേക്കാൾ വലിയൊരു ആഡംബരം ഈ ലോകത്തുണ്ടോ? നിങ്ങളുടെ പുരോഗതിയെ ആഘോഷിക്കാൻ മറക്കരുത്. നിങ്ങൾ ആദ്യത്തെ ചെറിയ കടം അടച്ചു തീർക്കുമ്പോൾ സ്വയം ഒന്ന് അഭിനന്ദിക്കുക. നിങ്ങളുടെ എമർജൻസി ഫണ്ട് ടാർഗറ്റ് എത്തുമ്പോൾ ചെറിയൊരു ട്രീറ്റ് സ്വയം നൽകുക. നിങ്ങളുടെ നിക്ഷേപം 1,00,000 രൂപ കടക്കുമ്പോൾ ആ നിമിഷം ആസ്വദിക്കുക. ഈ ചെറിയ വിജയങ്ങളാണ് നിങ്ങൾക്ക് മുന്നോട്ടു പോകാനുള്ള ഊർജം നൽകുന്നത്. സാമ്പത്തിക സ്വാതന്ത്ര്യമെന്നത് പണത്തെക്കുറിച്ചുള്ളതല്ല, അത് ജീവിതത്തെക്കുറിച്ചാണ്, സമയത്തെക്കുറിച്ചാണ്. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് പണമല്ല, സമയമാണ്. കഴിഞ്ഞുപോയ ഒരു നിമിഷത്തെപ്പോലും കോടികൾ കൊടുത്താൽ നമുക്ക് തിരികെ ലഭിക്കില്ല. ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് തിരികെ നൽകുന്നത് നിങ്ങളുടെ സമയമാണ്. ഇഷ്ടമില്ലാത്ത ഒരു ജോലിയിൽ പണത്തിനുവേണ്ടി വർഷങ്ങളോളം ഹോമിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ പാഷനുകൾ കണ്ടെത്താൻ, നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ചിലവഴിക്കാൻ, ഈ ലോകത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, അതിനെല്ലാമുള്ള അവസരമാണ് ജീവിതം. ആ അവസരങ്ങളെ പൂർണ്ണമായും ഉപയോഗിക്കാനുള്ള താക്കോലാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം. ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വാക്കുകൾ കേട്ട് നാളെ മുതൽ എല്ലാം മാറി മറിയുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു 5 മിനിറ്റ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക ജീവിതത്തിൽ നിങ്ങൾ സന്തോഷവാനാണോ? 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എവിടെയായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു? അതിനുവേണ്ടി ഇന്ന് ഒരു ചെറിയ മാറ്റം, ഒരു ചെറിയ ചുവടുവയ്പ് നടത്താൻ നിങ്ങൾക്ക് കഴിയില്ലേ? ഒരു വലിയ മരം വളർന്നു തുടങ്ങുന്നത് ഒരു ചെറിയ വിത്തിൽ നിന്നാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രയും തുടങ്ങുന്നത് ഇന്നത്തെ ഈ നിമിഷത്തിൽ നിങ്ങളുടെ ഒരു തീരുമാനത്തിൽ നിന്നാണ്. ആ യാത്രയ്ക്ക് എൻ്റെ എല്ലാ ആശംസകളും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെന്ന് കരുതുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് മാറ്റം കൊണ്ടുവരാൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും എത്തിക്കാൻ വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കോമന്റ്സിലൂടെ അറിയിക്കുക. കൂടുതൽ ഇൻസ്പയറിംഗ് ആയ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ സ്റ്റേ മോട്ടിവേറ്റഡ്, സ്റ്റേ ഇൻസ്പയർഡ്.